വയനാട് ജില്ലയിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ബ്രാഞ്ചിലെ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക്. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമായത്. ചൂരൽമല ബ്രാഞ്ചിൽ നിന്ന് ആകെ നൽകിയ വായ്പ 55 ലക്ഷമാണ്. അതിലൊരു ഭാഗമാണ് ഇപ്പോൾ എഴുതിത്തള്ളിയത്. തുടർ പരിശോധന നടത്തി ആവശ്യമെങ്കിൽ കൂടുതൽ പേരുടെ വായ്പ എഴുതിത്തള്ളുമെന്നും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയാണ് ബാങ്കുകൾ എഴുതിത്തള്ളുന്നത്. എന്നാൽ എത്ര പേർക്കാണ് വായ്പ ഉള്ളതെന്നും എത്ര രൂപയാണ് എഴുതിത്തള്ളുന്നതെന്നുമുള്ള വിവരം ബാങ്ക് അധികൃതർ പങ്കുവച്ചിട്ടില്ല. നിലവിൽ പ്രാഥമിക പട്ടികയിൽ 9 പേരുടെ വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. 29 കോടിയോളം രൂപയാണ് വായ്പ ഇനത്തിൽ ബാങ്ക് എഴുതിത്തള്ളുന്നതെന്നാണ് വിവരം. അതേസമയം കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നൽകിയിരുന്നു. കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും ബാങ്ക് അറിയിച്ചു. അതേസമയം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് പോലും നിരവധി പേരാണ് വയനാട് ജനതയ്ക്ക് സഹായവുമായി എത്തിയത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ പ്രകൃതി ദുരന്തം നടന്നിട്ട് ഇന്ന് 15 ദിവസമായിരിക്കുകയാണ്. 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ചാലിയാർ ഒഴുകിയെത്തുന്ന മലപ്പുറം ജില്ലയിലെ പോത്തുകൽ, മുണ്ടേരി എന്നിവിടങ്ങളിലാണ് മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നത്. ഇപ്പോൾ കണ്ടെത്തുന്ന മൃതദേഹങ്ങളിൽ പലതും മനുഷ്യന്റേതാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. തലയോട്ടി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത വെയിലായിരുന്നതിനാൽ ചെളി ഏറെക്കുറെ ഉറച്ചിരുന്നു. മാത്രമല്ല 2 ദിവസം ജനകീയ തിരച്ചിലും നടത്തി. ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നാമമാത്രമായ തിരച്ചിലാണ് നടക്കുന്നത്. സൂചിപ്പാറ, സൺറൈസ് വാലി വനമേഖലയിൽ ഇന്നലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ തിരച്ചിൽ നടത്തി. ഇത്രയും ദിവസമായതിനാൽ ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഒരു തരത്തിലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കുമെന്നാണ് ദൗത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. അതിനിടെ DNA പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങിയെന്ന് മന്ത്രിമാർ അറിയിച്ചെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം തന്നെ ഭവനരഹിതരായവർക്ക് വാടക വീടുകൾ സംഘടിപ്പിക്കാനാണ് നീക്കം നടക്കുന്നതെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്കുള്ള പുനരധിവാസത്തിൽ സർക്കാരിന് കൃത്യമായ ധാരണയുണ്ടെന്നും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആശങ്ക വേണ്ടെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. പലർക്കും ഇതിനകം തന്നെ വീടുകളായി. സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പിലുള്ളവരെ മാറ്റാനാണ് ശ്രമം. സഹായമായി ലഭിച്ച സാധനങ്ങളും പല സ്കൂളുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്തത്തിൽ സാരമായി പരിക്കേൽക്കാതിരുന്ന പലരും ഇതിനകം തന്നെ ആശുപത്രി വിട്ടു. ഉരുൾപൊട്ടൽ ദുരിതമുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിവട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച 5-അംഗ സംഘമാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് പരിശോധന നടത്തി ശുപാർശ സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ളത്. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാനുള്ള നടപടികളും ഇന്ന് തുടരും. സംസ്ഥാന IT മിഷന്റെ നേതൃത്വത്തിലാണ് രേഖകൾ വീണ്ടെടുക്കാനുള്ള നടപടികൾ നടത്തുന്നത്.